നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രം. ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന കൊടി കാറ്റിന് എതിർദിശയിലാണ് പറക്കുന്നത്. ഇതിന് ശാസ്ത്രീയ വിശദീകരണം നൽകാൻ ഇതുവരെയും ഈ 21-ാം നൂറ്റാണ്ടിലും സാധിച്ചിട്ടില്ല. കൂടാതെ ഈ കൊടിക്കൂര എന്നും മാറ്റി സ്ഥാപിക്കുമെന്നും ക്ഷേത്ര നിയമത്തിലുണ്ട്. ആ നഗരത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ആ ക്ഷേത്രത്തിന്റെ സുദർശന ചക്രം ഒരേപോലെ ഇരിക്കും. ഈ പറഞ്ഞു വരുന്നത് ഏത് ക്ഷേത്രത്തെ പറ്റിയാണെന്ന് മനസ്സിലായോ? ഭാരതത്തിലെ പ്രധാനമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായ പുരി ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഇതുവരെ എന്തുകൊണ്ട് കാറ്റിന് എതിർദിശയിൽ ആ കൊടി പറക്കുന്നു എന്നതിന് ഇപ്പോഴും ഉത്തരമില്ല. അത് നിഗൂഢമായി തന്നെ തുടരുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് നിഗൂഢതകളാണ് ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളത്. അതറിയാൻ വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ആദ്യം ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാം. ലോക പ്രശസ്തമാണ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പുരി ജഗന്നാഥ ക്ഷേത്രം. ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ കൊണ്ടും വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത്. 12-ാം നൂറ്റാണ്ടിൽ ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായ അനന്തവർമ്മനാണ് പുരിയിൽ പുരുഷോത്തമ ജഗന്നാഥന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. 13-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ ഈ ക്ഷേത്രം പണിതീർന്നു. 1230-ൽ രാജാവായിരുന്ന അനംഗഭീമൻ മൂന്നാമൻ സാമ്രാജ്യം ദേവന്റെ പേരിൽ സമർപ്പിക്കുകയും താൻ ദേവന്റെ ദാസനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ നടത്തപ്പെടുന്ന രഥയാത്ര പ്രശസ്തമാണ്. പുരി നഗരം തന്നെ അതിന്റെ നിലനിൽപ്പിന് ഈ ക്ഷേത്രത്തെ ആശ്രയിക്കുന്നു. ജഗന്നാഥനായ മഹാവിഷ്ണു അഥവാ ആദിനാരായണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇവിടുത്തെ തീർത്ഥയാത്രയാണ് നഗരത്തിൽ നല്ല ശതമാനം ആളുകളുടെയും ജീവിതമാർഗം. പാണ്ഡവരുടെ യമപുരിയിലേക്കുള്ള യാത്രാമധ്യേ സപ്തഋഷിമാർ മോക്ഷം ലഭിക്കാൻ ചാർധാം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ഉപദേശിച്ചിരുന്നു. 4 ക്ഷേത്രങ്ങളാണ് ചാർധാം എന്നറിയപ്പെടുന്നത്. ഇതിൽ ഒന്നായിരുന്നു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം. ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തിയാർജിച്ച ഈ ക്ഷേത്രത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പ്രസക്തിയും കാലക്രമേണ വർദ്ധിച്ചു. മുഗളർ, മറാഠികൾ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിങ്ങനെ ഒറീസ പിന്നീട് പിടിച്ചടക്കിയ എല്ലാവരും ക്ഷേത്രത്തിന് മേലുള്ള നിയന്ത്രണം പിടിച്ചെടുത്തു. തങ്ങളുടെ ഭരണം തദ്ദേശീയർ അംഗീകരിക്കുന്നതിന് ഇതൊരു ആവശ്യമാണെന്നായിരുന്നു ഇവരുടെയൊക്കെ വിശ്വാസം. ഇനി ഇവിടുത്തെ രഥയാത്രയെ പറ്റി നമുക്ക് പറയാം. രഥോത്സവം അഥവാ ജഗന്നാഥോത്സവം ഏറെ പ്രസിദ്ധമാണ്. ആഷാഢ മാസത്തിലാണ് രഥോത്സവം നടക്കുന്നത്. അതായത് നമ്മുടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജനങ്ങളും സന്യാസികളും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു. അതായത് ഏകദേശം 8 ലക്ഷത്തിലധികം പേർ ഉണ്ടാവും. ഈ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് രഥയാത്ര. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ വലിയ രഥങ്ങളിലേറ്റി ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 3.25 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗുണ്ടിച്ചബാരി എന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോകുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ വിഗ്രഹങ്ങൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്കുള്ള കൃഷ്ണന്റെ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ രഥയാത്ര ആഘോഷം. ഇനി നമുക്ക് നോക്കാം ഇതുവരെ ഉത്തരം കിട്ടാത്ത പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ നിഗൂഢതകൾ എന്തെന്ന്. പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നോ ഫ്ലൈയിങ് സോണിൽ ഉൾപ്പെടുന്ന സ്ഥലമൊന്നുമല്ല. പക്ഷേ ഇതിന്റെ മുകളിലൂടെ വിമാനങ്ങൾ പറക്കാറേയില്ല. അത് പോട്ടേന്ന് വെക്കാം. അതിലും വലുത് എന്തെന്നാൽ ഒരു പക്ഷിക്കുഞ്ഞു പോലും ക്ഷേത്രത്തിന്റെ മുകളിലൂടെ പറക്കില്ല എന്ന് പറയുമ്പോൾ അത് വിചിത്രമായ ഒരു കാര്യമല്ലേ. കൂടാതെ നിഴലില്ലാത്ത ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രം. എത്ര വെയിൽ ഉദിച്ചാലും ശരി ക്ഷേത്രത്തിന്റെ നിഴൽ നമുക്ക് കാണാനേ ആവില്ല. രാവിലെയും വൈകുന്നേരവും ഒന്നും നിഴൽ കാണാനാവില്ല. ഇതിന് പിന്നിലുള്ള രഹസ്യവും ആർക്കും അറിയില്ല. ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന എന്ന് ചിലർ പറയുമ്പോൾ ദൈവീക ശക്തിയാണ് നിഴൽ വരാത്തതിന് പിന്നിലെന്ന് ചിലർ വാദിക്കുന്നു. എന്തായാലും ഇതിന് പിന്നിലെ സത്യം ഇപ്പോഴും നിഗൂഢമായി തുടരുന്നു. അതുപോലെ ക്ഷേത്രത്തിന് 4 വാതിലുകളുണ്ട്. അതിൽ പ്രധാന വാതിൽ അറിയപ്പെടുന്നത് സിംഹദ്വാരം എന്നാണ്. ഈ വാതിൽ വഴി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കടലിരമ്പം കേൾക്കാനാവും. എന്നാൽ അകത്ത് പ്രവേശിച്ചതിനു ശേഷം തിരികെ ഇറങ്ങി വീണ്ടും കയറാൻ ശ്രമിച്ചാൽ ഈ ശബ്ദം കേൾക്കാനേ കഴിയില്ല. ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുമ്പോഴും ഈ ശബ്ദം നമുക്ക് കേൾക്കില്ല. അടുത്തത് നമ്മളൊക്കെ ചെറുപ്പം മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് പകൽ സമയങ്ങളിൽ കാറ്റ് കടലിൽ നിന്നും കരയിലേക്കും രാത്രികാലങ്ങളിൽ തിരിച്ചുമായിരിക്കും എന്ന്, അല്ലേ? എന്നാൽ പുരിയിലേക്ക് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇതിനും കൃത്യമായ വിശദീകരണം നൽകാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ഇവിടെയും ക്ഷേത്രത്തിന്റെ നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. എല്ലാ ദിവസവും ഒരു പൂജാരി ക്ഷേത്രത്തിന് മുകളിൽ കയറി പതാക മാറ്റി സ്ഥാപിക്കാറുണ്ട്. ഇത് 1800 വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു ചടങ്ങാണ്. ഇതിന് ഒരിക്കൽ പോലും മുടക്കം വന്നിട്ടില്ലത്രേ. 45 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരം വരും ഈ ക്ഷേത്രത്തിന്. ഒരുപക്ഷെ ഈ ചടങ്ങ് എന്തെങ്കിലും കാരണവശാൽ നടന്നില്ലെങ്കിൽ അടുത്ത 18 വർഷം ക്ഷേത്രം അടഞ്ഞുകിടക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ മഹാപ്രസാദം ലോക പ്രശസ്തമാണ്. എല്ലാ ദിവസവും ഇവിടുത്തെ പാചകപ്പുരയിൽ 20,000 പേർക്കുള്ള ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാചകപ്പുര എന്നാണ് ഇവിടുത്തെ പാചകപ്പുര അറിയപ്പെടുന്നത്. 600 പാചകക്കാരാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വമ്പൻ അടുക്കളയിൽ പാകം ചെയ്യുന്നത്. ചില വിശേഷ ദിനങ്ങളിൽ 50,000 പേർക്ക് വരെയുള്ള ഭക്ഷണം തയ്യാറാകും. വിവിധ മതവിഭാഗത്തിലുള്ളവർ ഇവിടെ എത്താറുണ്ട്.
പാചകത്തിനായി മൺപാത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ദിവസവും 40 മുതൽ 50 കിൻഡൽ അരി ആവശ്യമുണ്ട്. ഇവിടെ ഇത്രയും ഭക്ഷണം തയ്യാറാക്കുന്നെങ്കിലും ഭക്തർക്ക് തികയാതെ വരികയോ അധികമായി പോയി പാഴാക്കി കളയേണ്ടി വരികയോ ചെയ്തിട്ടേയില്ല. മൺകലങ്ങളിൽ വിറകടുപ്പിലാണ് ഇവിടുത്തെ പ്രസാദം പാകം ചെയ്യുന്നത്. ഇതിനായി 7 കലങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി സജ്ജീകരിച്ച് പാചകം ആരംഭിക്കും. എന്നാൽ വിചിത്രമായ ഒരു സംഭവം ഇവിടെയും നടക്കുന്നു. ആദ്യം പാകമാകുന്നത് ഏറ്റവും മുകളിലിരിക്കുന്ന കലത്തിലെ ഭക്ഷണമായിരിക്കും. താഴെയുള്ള കലങ്ങളിലെ ഭക്ഷണം ഒന്നിനു പിന്നാലെ ഒന്നായി പാകമാകും. ഇതിനൊന്നും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടേയില്ല. എന്താവാം ഇതിനെല്ലാം കാരണം? ശാസ്ത്രത്തിന് പോലും ഉത്തരമില്ലാത്ത ഈ പ്രതിഭാസങ്ങളെല്ലാം വിശ്വാസത്തിന്റെ പ്രതീകമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.